ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. നമുക്ക് ലൈക്ക് ഒത്തിരി കുറവാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താലല്ലേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി പേരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുന്നേ. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. രാവിലെ ആദ്യം തന്നെ ഇതാ ചോറ് വയ്ക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് അടുപ്പ് വെക്കുകയാണ്. അപ്പം നമുക്കിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കാനുണ്ട്, പൊതിച്ചോറ് കൊടുക്കാനുണ്ട്. അപ്പോൾ അവർ നേരത്തെ വരും, 10-10:30 ആകുമ്പോഴേ വരുവേ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എഴുന്നേറ്റ ഉടനെ കുറച്ച് അരി അങ്ങ് അടുപ്പിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വെള്ളം വെച്ച് തിളയ്ക്കാനായിട്ട്. പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇതാ ചപ്പാത്തിയുടെ മാവ് ഗോതമ്പ് പൊടി എടുക്കുകയാണ് കേട്ടോ. വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത്. ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉരുക്കിയ വെളിച്ചെണ്ണയാണ്. ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല സോഫ്റ്റുമാണ് ചപ്പാത്തി. ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ്. ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തലയിൽ തേക്കാനും അതുപോലെ നമുക്ക് തലയിൽ തേക്കാനൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചെടുക്കാം. വെള്ളം തിളച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച്, സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ ചപ്പാത്തിയൊക്കെ ചുടുന്നത് അല്ല കുഴയ്ക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇതാ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ അധികം ഒന്നിനും ഉപയോഗിക്കാറില്ല, വെളിച്ചെണ്ണ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കാവേ. കുത്തരിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്തിട്ട് ഞാനിത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 10:30 ആകുമ്പോഴത്തേക്കിനും പൊതിച്ചോറ് കിടക്കണേ. 2 പൊതിച്ചോറ് മതി എന്നാണ് അവർ വന്ന് പറഞ്ഞത്. ഇന്നലെ വന്ന് 2 ചേട്ടന്മാർ വന്ന് പറഞ്ഞാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറാണ്, റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും അതുപോലെ റെസിപ്പീസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. നല്ല അടിപൊളി ബോട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നു. എന്തായാലും നല്ല ബോട്ടിലാട്ടോ. നല്ലൊരു റിവ്യൂ ഉള്ള ബോട്ടിൽ നോക്കി മേടിച്ചാണ്. 375 ആ ഒരു റേറ്റ് വരുന്നുണ്ട്. പക്ഷേ സാധനം അടിപൊളിയാണ് കേട്ടോ. ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ എണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കണം. കുഞ്ഞുങ്ങൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സ് ആവശ്യമില്ല. ഇന്ന് ഉച്ചവരെ അവർക്ക് പഠിത്തമുള്ളൂ. പരീക്ഷയാണ് നടക്കുന്നത്. ക്രിസ്മസിൻ്റെ പരീക്ഷ അവർക്ക് നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടണ്ട. അവർക്ക് 12:30 വരെ ക്ലാസ്സുള്ളത്. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുത്താൽ മതി. ലഞ്ച് ബോക്സ് ആവശ്യമില്ലാത്തതുകൊണ്ട് ആ പണി എളുപ്പമായി. അപ്പോൾ ഇതാ നല്ല ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി പരത്തുന്ന ആ ഒരു ഗ്രാനൈറ്റിൻ്റെ കല്ലുണ്ട്, പക്ഷേ അതൊന്നും എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ PVC പൈപ്പ് വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ചപ്പാത്തി പരത്തുന്ന ആ ഒരു റോളർ കൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഇതുപോലത്തെ ഈ പൈപ്പ് കൊണ്ട് പരത്താനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള ചപ്പാത്തി വേഗം ഒന്ന് പരത്തിയെടുക്കുകയാണ്. അവരിപ്പോൾ റെഡിയായിട്ട് വരും. അപ്പോൾ അവർക്ക് ചപ്പാത്തി കൊടുക്കണം. തലേദിവസം തന്നെ ചിക്കൻ കറി രാത്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസിയായി കേട്ടോ. രാവിലെ ഇതുപോലെ നമുക്ക് പൊതിച്ചോറ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ചിക്കൻ കറി അങ്ങ് വെച്ചു. അതാകുമ്പോൾ രാവിലെ എളുപ്പമാകുമല്ലോ. അല്ലെ പിന്നെ പൊതിച്ചോറിനെ റെഡിയാക്കണം, പിന്നെ ചപ്പാത്തി റെഡിയാക്കണം, അതുപോലെ ചിക്കൻ കറിയുടെ റെഡിയാക്കുമ്പോഴത്തേന് സമയം പോകുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണേ. മോൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയായിട്ട് വന്നതാണ് കേട്ടോ. പരീക്ഷയല്ലേ നടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ ഒന്ന് വായിക്കും, പഠിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മക്കൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കുള്ള പാല് ഞാൻ കാച്ചാൻ വെച്ചു. നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങ് ഓഫാക്കിയിടും കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ജനലൊക്കെ തുറന്നിടുന്നതാണ്. അപ്പം ഈ ഒരു അടുക്കളയിൽ ജനൽ തുറക്കാൻ മറന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പം ഞാനത് തുറന്നിട്ട് ജനൽ. അപ്പോൾ മക്കൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കഴിക്കുക. അവർക്ക് ഇഷ്ടമാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും. ചിക്കൻ കറി ഉണ്ടെങ്കിൽ അവർക്ക് ഏതും ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ വല്ല മുട്ടയോ നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. അതിപ്പോൾ കുഞ്ഞുങ്ങളെ പറയണ്ട, നമ്മൾക്കാണെങ്കിലും നല്ല ചിക്കൻ കറിയോ ബീഫോ ഒക്കെ വേണമല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടല്ലേ.
അപ്പോൾ ഇതാ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ മോള് ഇന്നലെ ഇപ്പോൾ അവളുടെ പ്രധാനപ്പെട്ടൊരു പണിയാണ്, കുറേ മുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ബ്രേസ്ലെറ്റും നമ്മുടെ ഹെയർ ബാൻഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിലാണിപ്പം അവൾ സമയം ചിലവാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കി അവൾ വെച്ചതാന്ന് പറഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ സ്കൂളിൽ പോകാൻ നേരമായിട്ടുണ്ട്. പെട്ടെന്ന് പോവുകയാണ്, ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോ വന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ ഓടല്ലെന്ന് പറഞ്ഞ് രണ്ടാൾ ഓടിപ്പോകുന്നത് കണ്ടോ. അങ്ങനെ ഓട്ടോ വന്നതിൻ്റെ ധൃതിയിൽ അവരങ്ങ് ഓടിപ്പോവാണ്. അപ്പോൾ മക്കളെ ഞാൻ വഴിയിലോട്ട് കൊണ്ടാക്കി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ചപ്പാത്തിയും കൂടെ റെഡിയാക്കണം. അപ്പം ഞാൻ ചപ്പാത്തി പരത്തിയെടുത്തു, ഉമ്മച്ചി പിന്നെ ചപ്പാത്തി പെട്ടെന്ന് ചുട്ടെടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ചപ്പാത്തിയുടെ പണി പെട്ടെന്ന് കഴിക്കുകയാണ്. ചപ്പാത്തി ഒരാൾ പരത്തിയിട്ട് ഒരാൾ ചുട്ടെടുക്കുമ്പോൾ ഈസി അല്ലേ. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു കേട്ടോ. ആശീർവാദിൻ്റെ പൊടിയാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് അല്ലേ. പിന്നെ പണ്ടത്തെ അത്രയും മഴയൊന്നും ഇപ്പോഴത്തെ പൊടിക്കില്ല എന്ന് തോന്നുന്നല്ലേ. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് അത് ഈസിയായി. ഇനിയിപ്പോൾ അതിന് ശേഷം ചപ്പാത്തി ഒക്കെ കഴിച്ചതിന് ശേഷം വേണം ഇനിയിപ്പോൾ നമുക്ക് പൊതിച്ചോറിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അങ്ങനെ ഇതാ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തു. അതിന് ശേഷം എന്താ ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഡയറ്റിങ്ങിലായതുകൊണ്ട് തന്നെ ഞാൻ ചായ ഒന്നും കുടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറി എടുത്തു. ചിക്കൻ കറിയും എനിക്ക് കഴിക്കണമെന്ന് വലിയ ഇതില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ കറിയും 2 ചപ്പാത്തിയും കൂടെ കഴിച്ചു കേട്ടോ. അപ്പം രാവിലെ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കങ്ങ് മടുക്കും. അതുകൊണ്ട് ഞാനിത് ഗ്രീൻ ടീയും കൂടെ കുടിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഇതുപോലത്തെ ചായയോ, നേരത്തെ ആണെങ്കിലും ഫുഡിൻ്റെ കൂടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ ഒന്നും കുടിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയും പാടില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും വയറുവേനയോ വയ്യായ്ക്കയൊക്കെ വരുമ്പോഴത്തേന് ചൂട് ചായ കുടിക്കും. അതൊരു നിർബന്ധമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ 2 ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറിയും കൂടെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. വെണ്ടയ്ക്ക തീയലും വെച്ചിട്ട് കോവയ്ക്ക തോരനും വെച്ച് ചമ്മന്തി അരച്ച് മുട്ട പൊരിക്കാനാണ് കരുതിയിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മീൻകാർ വരുമ്പോൾ കുറച്ച് താമസിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ മീനില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് മുട്ട പൊരിച്ചിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് അല്ലല്ലോ, നമ്മൾ പൊതിച്ചോറിലേക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ തന്നെ നമ്മുടെ കറണ്ട് പോയി കേട്ടോ. നമ്മുടെ ഈ അടുക്കളയിൽ ഈ ഇൻവെർട്ടർ വെച്ചിട്ടില്ല, അതുകൊണ്ട് ലൈറ്റ് കുറവാണ്. നമ്മുടെ ബാക്കിയുള്ള മുറികളിലും നമ്മുടെ ബാക്കി അടുക്കളയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു അടുക്കളയിൽ നമുക്ക് ആ ലൈറ്റിൽ ഇൻവെർട്ടർ കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ലൈറ്റ് ഇല്ല കേട്ടോ. പിന്നെ കറണ്ട് പോയതുകൊണ്ട് തന്നെ മിക്സിയിൽ അരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക തീയലാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉമ്മച്ചി ഉള്ളിയും വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്നു. അല്ലെങ്കിൽ ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കത്തുള്ളൂ കേട്ടോ. തേങ്ങ പൂളിയിട്ട് മിക്സിയിട്ട് കറക്കി എടുക്കും, അതാകുമ്പോൾ എളുപ്പമാണല്ലോ. ഇന്ന് ഞാൻ പിന്നെ തേങ്ങ ഞാൻ പൂളിയല്ല ചിരണ്ടി എടുത്തു. എന്നിട്ട് നമുക്കൊന്ന് വാർത്തെടുക്കണേ. ആ സമയം കൊണ്ട് കോവയ്ക്കായും സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് തോരന് വേണ്ടി ഒരടുപ്പി താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ കിടന്ന് വേകട്ടെ. നമ്മുടെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും കറണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതാ തേങ്ങ ഒക്കെ വറുത്ത് വെക്കുകയാണ്. അങ്ങനെ വെണ്ടയ്ക്ക തീയൽ വെക്കാൻ ഉള്ള തേങ്ങ വറുത്തെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ച് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ പെരിഞ്ജീരകം, വലിയ ജീരകമില്ലേ ഇതുപോലത്തെ, ഈ ജീരകം കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഈ ഒരു വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി അറിയാത്തവർക്ക് ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കറണ്ട് വന്നിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് ഇതിൻ്റെ പകുതി റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ ഇതുപോലെ ഒന്ന് വറുത്തെല്ലാം എടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്ത് വരുമ്പോഴത്തേനും ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. കുറച്ചൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കറണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം ചെയ്തത്. തേങ്ങ വറുത്ത് വെച്ചാൽ കറണ്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ തേങ്ങ ഒക്കെ വറുത്തു ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളായിരുന്നു, വയറ്റാനായിട്ട് അടുപ്പ് ഇട്ടില്ല. കറണ്ട് വന്നാൽ അടുപ്പ് ഇടാമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക പെട്ടെന്ന് വാടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെണ്ടയ്ക്ക എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഇത് കറിയാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തത് മാറ്റി ചൂടാറാനായിട്ട് വെച്ചു. എന്നിട്ടും കറണ്ട് വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. എങ്കിൽ പിന്നെ ഇന്ന് കറണ്ട് വരികയില്ലാന്ന് സ്ഥിരീകരിച്ചു ഞങ്ങൾ. പിന്നെ ഞങ്ങളുള്ള കറിയൊക്കെ കൂട്ടിയിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഞാൻ തിരുമ്മിയെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട്, കുറച്ച് ചെറിയ നമ്മുടെ വാളംപുളിയില്ലേ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്തു കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് ഇങ്ങനെ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ആക്കി കൊടുക്കുന്ന ഒരു ചമ്മന്തിയാണ്. ഇങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റാണ് തേങ്ങാ ചമ്മന്തിക്ക്. കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഞെരടി എടുത്താൽ മതി, നമ്മൾ അരയ്ക്കുന്ന പോലത്തെ ടേസ്റ്റ് കിട്ടുവേ. അപ്പോൾ എല്ലാം കൂടെ ഞാനിതാ ഒന്ന് ഞെരടി എടുത്ത് വെച്ചു. തേങ്ങാ ചമ്മന്തി റെഡിയാക്കി വെച്ചു. അല്ല എന്തായാലും നമ്മൾ
പൊതിച്ചോറിന് പറയുകയും ചെയ്തു. അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലും കറി കൂട്ടി കൊടുക്കണ്ടേ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ അങ്ങനെ ആക്കിയെടുത്തു. ഇനിയിപ്പോൾ വാഴയില വെട്ടിയെടുക്കാൻ വേണ്ടി പോയി. നമ്മുടെ പറമ്പിലല്ല, അപ്പുറത്തെ വീട്ടിലാണ് വാഴയില ഉള്ളത്. അപ്പോൾ അവിടെ പോയി ഞാനൊരു 3-4 വാഴയില അങ്ങ് വെട്ടിക്കൊണ്ടുവന്നു. കുഞ്ഞുങ്ങൾക്കും കൂടെ പൊതിച്ചോറ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് കഴിക്കാനായിട്ട്. പിന്നെ എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഇതിൽ നിന്ന് ഇച്ചിരി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഉമ്മച്ചി മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. മുട്ടയുടെ സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് മുട്ടയൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയും കൂടെ പൊരിച്ചെടുത്തു. പിന്നെ വാഴയില ഞാൻ വെട്ടിക്കൊണ്ട് വന്ന് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. കഴുകിയെടുത്തിട്ട് ഞാൻ വാട്ടിയെടുക്കുകയാണ്. വാഴയില വാട്ടിയിട്ട് കഴുകുന്നതാണ് ബെറ്റർ കേട്ടോ, കീറി പോകാതിരിക്കും. എന്തായാലും ഞാൻ കഴുകിയിട്ടാണ് വാട്ടിയെടുത്തത്. പക്ഷേ കീറിയൊന്നുമില്ല. ഉമ്മച്ചി പറഞ്ഞു ഇതുപോലെ കഴുകാതെ വാട്ടിയെടുത്തിട്ട് വേണം കഴുകിയെടുക്കാമെന്ന് പറഞ്ഞു. തൂത്തിട്ട് അതിൻ്റെ അകത്ത് പൊടിയൊക്കെ ഉണ്ട്, തൂത്തിട്ട് വാട്ടിയെടുത്തിട്ട് കഴുകിയെടുത്താൽ മതി എന്ന് പറഞ്ഞേ. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ കഴുകിപ്പോയി. പിന്നെ ഞാനത് ഓർക്കാതെ അങ്ങ് ചെയ്തു പോയതാണേ. അപ്പോൾ എന്തായാലും കഴുകിയിട്ട് വാട്ടിയെടുത്താലും കീറിയൊന്നും വന്നില്ല. ഞാൻ സൂക്ഷിച്ച് വാട്ടിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയ 3 വാഴയിലയും നമുക്ക് കൊടുക്കാനുള്ള 2 വലിയ വാഴയിലയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല ദാഹം. ഞാൻ പിന്നെ കുറച്ച് ഗ്രീൻ ടീ വെച്ച് കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടിച്ചാൽ അതിനകത്ത് മധുരം ഇടണ്ടേ. എനിക്കാണെങ്കിൽ ചായ മധുരം ഇടാതെ കുടിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ ടീ ആണ് വെച്ച് കുടിക്കുന്നത്, ഇതുപോലെ ചായ കുടിക്കാൻ തോന്നുമ്പോൾ. അങ്ങനെ ഞാൻ ഗ്രീൻ ടീ വെച്ചിട്ട് കുടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചൂടോടുകൂടി കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് എടുത്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ തേങ്ങാ ചമ്മന്തി അത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കോവയ്ക്ക തോരന് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കേട്ടോ. കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അച്ചാറുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാരങ്ങ അച്ചാർ, നാരങ്ങയും ഈത്തപ്പഴവും കൂടി ഇട്ട അച്ചാറാണ്. നാത്തൂനൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന അച്ചാറാണ് കേട്ടോ. അപ്പോൾ അവരുടെ കടയിൽ ഉണ്ടാക്കി വെക്കുന്ന അച്ചാറാണ്. നല്ല അടിപൊളി അച്ചാറാണ്. ആ ഒരു അച്ചാർ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തു. അങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണ്. 10:30 ആകുമ്പോൾ അവർ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. 10:30 ആകാറായി. അപ്പോൾ തന്നെ പെട്ടെന്ന് പൊതിഞ്ഞെടുത്ത് വെക്കുകയാണ്. പിന്നെ ചാറുകറി കൊടുത്തു വിടാനൊന്നും പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ തൈരും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്കത്തിയിൽ വെക്കാനും പറ്റില്ല. വെണ്ടയ്ക്കത്തിയിൽ കൊടുത്തു വിടാമെന്ന് കരുതിയായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചത്. സമയം പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നേരവും കിട്ടിയില്ല. അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പിന്നെ പൊതിച്ചോറും കൂടെ കൊടുത്തു വിടാൻ പറ്റാതെയാവും. അവരും ധൃതി വെച്ച് വരുന്നതല്ലേ, ഒരുപാട് വീട് കയറി ഇറങ്ങിയിട്ട് അവർക്ക് മേടിക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേറെ ചാറുകളൊന്നും പിന്നെ പെട്ടെന്ന് വെക്കാൻ നിന്നില്ല. അപ്പോൾ ഉള്ള കറികളൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അവർക്കുള്ള 2 പൊതിച്ചോറ് മാറ്റി വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കുകയാണ്. അവർക്ക് കുറച്ച് ചോറ് മതിയല്ലോ. അങ്ങനെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ട് 3 ആൾക്കുള്ള പൊതിച്ചോറും അങ്ങ് പൊതിഞ്ഞ് വെച്ചു. കുറച്ച് ചമ്മന്തി, അതുപോലെ നാരങ്ങ അച്ചാർ, അവർക്ക് വെച്ച പോലെ തന്നെ കോവയ്ക്ക തോരന്, മുട്ട പൊരിച്ചത്, അങ്ങനെ എല്ലാം കൂടെ ഞാൻ പൊതിഞ്ഞ് വെക്കുകയാണ്. അവർക്കുള്ള ചോറും കൂടെ പൊതിഞ്ഞ് വെക്കുകയാണ്. ഇന്ന് രാവിലെ കൂടുതൽ വലിയ കലത്തിൽ അരി ഇട്ടപ്പോഴേ മോൻ ചോദിച്ചായിരുന്നേ, എന്തോ അമ്മി ഇന്ന് ഇത്രയും കൂടുതൽ അരി ഇടുന്നത്, ഇന്നിവിടെ ആരാ വരുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, മെഡിക്കൽ കോളേജിലേക്ക് ഇതുപോലെ നമുക്ക് ചോറ് കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് അരി ഇട്ടത്, പൊതിച്ചോറ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ വേണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ മോൾ അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങൾക്ക് സർപ്രൈസായിട്ട് പൊതിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയും ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ വാഴയിലയുടെ രുചി അവരും അറിയട്ടെ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ പൊതിഞ്ഞ് സർപ്രൈസായിട്ട് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ കുഞ്ഞു മോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ, അച്ചുമോൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവളെ ആദ്യം തന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. ഇനിയിപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഭയങ്കര ഇഷ്ടമാണ് ബ്രഷ് ചെയ്യാനൊക്കെ, തന്നെ തേക്കണം പല്ല്. അപ്പം അവൾക്ക് ഞാൻ പിടിച്ചു കൊടുത്തിട്ട് ഞാൻ തേച്ച് കൊടുക്കും. അങ്ങനെ അവൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി കാണാവേ. 2 വയസ്സൊക്കെ ആകാറായപ്പോഴത്തേക്കിനും തൊട്ട് പല്ല് തേക്കാൻ തുടങ്ങിയതാണ്. അതിന് മുമ്പ് ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ തേക്കുമായിരുന്നു. അപ്പോൾ 2 വയസ്സാകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ വിരലിലിടുന്ന ബ്രഷില്ലേ, അത് മേടിച്ചിട്ട് തേക്കാൻ നോക്കിയിട്ടപ്പോൾ അവൾ സമ്മതിക്കുന്നേയില്ലായിരുന്നു. പിന്നെ ഇക്കാക്കായും ഇത്തിയൊക്കെ ഇതുപോലത്തെ ബ്രഷിലല്ലേ തേക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതുപോലെ കുഞ്ഞൊരു നീളമുള്ള ബ്രഷ് മേടിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി തേക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള ടൂത്ത് പേസ്റ്റ് അല്ലേ, കുഞ്ഞുങ്ങൾ തേക്കുന്ന തന്നെ ടൂത്ത് പേസ്റ്റ് ചോദിച്ച് മേടിച്ചാണ്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്കിനും അവൾക്ക് ഇൻട്രസ്റ്റാണ് തേക്കാനായിട്ട്. പിന്നെ അതൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പല്ല് തേക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഞാൻ ആദ്യം അവളെ കൊണ്ടൊക്കെ തേപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തേച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷാക്കി കൊടുക്കും. അവളെ കൊണ്ട് തന്നെ തേപ്പിച്ചാൽ അവളുടെ പല്ല് വൃത്തിയാകത്തുമില്ല. അവൾ ആ പേസ്റ്റ് മുഴുവൻ തിന്നത്തേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വാഷ് ബേസിനിൽ കയറി നിന്ന് തുപ്പാനും കഴുകാനും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ പല്ല് തേക്കാൻ അങ്ങനെ മടിയൊന്നും കാണിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴുകിച്ചെടുത്തോണ്ട് വരാവേ.
അങ്ങനെ അച്ചുവിൻ്റെ പല്ലുതരെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അവൾക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പല്ലൊക്കെ വെളുത്തോന്ന് നോക്കട്ടെ, ഒന്ന് വാ വിളിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അതാ എല്ലാവരെയും കാണിക്കാൻ കേട്ടോ. ക്യാമറ കാണിക്കാനും അതുപോലെ വീഡിയോസും ഫോട്ടോസിലൊക്കെ പോസ് ചെയ്യാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറ കണ്ട ആൾ ഭയങ്കരമായിട്ട് ചിരി തുടങ്ങും. അതുകൊണ്ടാണ് ഈ ക്യാമറ അവളെ കാണിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എടുത്ത വീഡിയോ അവളെ കാണിക്കണം. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഇതാ ഞാൻ അവൾക്ക് ചപ്പാത്തി കൊടുക്കുകയാണ്. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂത്ത പിള്ളേരെ പോലെ തന്നെ ചിക്കൻ കറിയും മുട്ടയും അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ വേണം കഴിക്കാൻ. കൂടുതലും ഇഷ്ടം ചിക്കൻ കറിയാണ് കേട്ടോ. ബീഫിലൊക്കെ നമ്മൾ കൂടുതൽ എരിവൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ടായിരിക്കാം. ചിക്കൻ കറിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ്. ചപ്പാത്തി ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തിയൊക്കെ പിച്ചി കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പിച്ചിട്ട് കൊടുത്തു. അവൾക്ക് തന്നെ അവളുടെ കൈ കൊണ്ട് കഴിക്കണം. പിന്നെ കുഞ്ഞിലേ തൊണ്ടേ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ അഴിക്കേ നിന്ന് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലുതാകുമ്പോൾ അവൾക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ കഴിച്ചോളും. ഞാൻ മൂത്ത ആൾക്കാരെ രണ്ടുപേരെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊതിച്ചോറിനുള്ള ചേട്ടൻ വന്നു. അങ്ങനെ പൊതിച്ചോറ് കൊടുത്തു വിട്ടേ. മോളതൊക്കെ നോക്കി നിൽക്കുകയാണ്. ആരെങ്കിലും വാദിക്കാൻ വന്നാൽ ഓടിപ്പോയി നോക്കി നിൽക്കുക കേട്ടോ. എന്തിനാ വന്നതെന്ന് അറിയാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റും ഉണ്ട്. കുഞ്ഞുങ്ങളല്ലേ, അങ്ങനെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ മീനൊന്നും നമ്മുടെ വീട്ടിൽ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മീൻകാർ വരുമ്പോഴത്തേനും ജനലിൻ്റെ അവിടെ പോയി നിന്ന് നോക്കും. നമ്മൾ വാതിലടച്ചിടും. ജനലിൻ്റെ അവിടെ പോയി നിന്ന് നോക്കും. മീൻ വന്നു, മത്തി വന്നു, മേടിക്കുമെന്ന് പറയും. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് മീൻകാർ വന്നിട്ടുണ്ട്. നമ്മൾ മീൻ മേടിക്കാൻ പോവുകയാണേ. അപ്പം ചൂര മേടിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ മുളകിൽ വെക്കാമല്ലോ. അയിലയും മത്തിയൊക്കെ ആകുമ്പോൾ പിന്നെ തേങ്ങ അരച്ച് വയ്ക്കാനായിട്ട് കരണ്ടും ഇല്ല. ചെറിയ മത്തിയായിരുന്നു കിടന്നത്. എങ്കിൽ പിന്നെ ചൂര തന്നെ മേടിച്ചു. കണ്ടിട്ട് അത്ര ഫ്രഷൊന്നും തോന്നിയില്ല. എങ്കിലും ചേട്ടൻ പറഞ്ഞു, ഇക്ക പറഞ്ഞു നല്ല മീനാ മോളെ, മേടിച്ചോളാൻ പറഞ്ഞു. നമ്മൾ മിക്കവാറും മേടിക്കും കേട്ടോ ഇക്കയുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ ഇക്ക ടൗണിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പം നേരെ ഇല്ലാത്തപ്പം ഇക്കാക്ക് നേരെ ഇല്ലാത്തപ്പം നമ്മൾ ഈ ഒരു മീൻകാരയിൽ നിന്ന് മീൻ മേടിക്കുവേ. അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് വെട്ടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ചൂര കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും സമയമായില്ലേ, അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിൽക്കുന്നില്ല. അത് തന്നെയല്ല, എനിക്ക് എക്സസൈസൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് കൈക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെ മീൻ വെട്ടണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മീൻ വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മച്ച കറി വെച്ചോളും. അപ്പം ഞാൻ പെട്ടെന്ന് മീനൊന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഫ്രീസറിൽ കുറച്ച് നേരം ഈ ഒരു ചൂരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കൊന്ന് മീൻ വെട്ടിക്കൊണ്ട് വരാവേ. 2 ആൾക്കാർ ഞാനിവിടെ മീൻ വെട്ടാൻ മുമ്പ് എനിക്ക് കൂട്ടിനായിട്ടുണ്ട്. ഒരമ്മയും ഒരു മോളും. അപ്പോൾ അവരെപ്പോഴും മീനിൻ്റെ മണം കേൾക്കുമ്പം എനിക്ക് മീൻ വെട്ടുന്നിടത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ. ഞാൻ സ്റ്റാൻഡ് കൊണ്ടുവച്ചിട്ട് മീൻ വെട്ടുന്ന വീഡിയോ എടുക്കുമായിരുന്നേ. ഈ വലിയ പൂച്ച വന്നിട്ട് കുറേ നേരം ആ സ്റ്റാൻഡിലിട്ട് തോണ്ടി. ഞാൻ ഓർത്തിട്ട് എൻ്റെ ഫോണും സ്റ്റാൻഡും എല്ലാം താഴെ വീഴുന്ന ഓർത്ത് ഞാൻ വഴക്ക് പറഞ്ഞു പൂച്ചേനെ. എങ്കിലും അത് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, മീൻ വെട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കൊന്ന് ഈ ചൂരമീൻ എങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ മീനിൻ്റെ 2 സൈഡിലെയും ചെകിളയൊക്കെ ഒന്ന് ഇതാക്കി കളയണം കേട്ടോ. ഇത് കത്തി കൊണ്ടോ മുറിച്ച് കളയാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വശത്തിനനുസരിച്ച് ചെയ്തെടുക്കാവേ. ഞാനിവിടെ കത്തി കൊണ്ടാണ് സൈഡ് കളയുന്നത്. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ മുകളിലെ ആ ഒരു തലയുടെ ഭാഗം ആ ചെകിളയൊക്കെ ഒന്ന് കളയാണ്. എന്നിട്ട് നമുക്ക് തലഭാഗം നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചെകിള ഒന്ന് കളയാം. ചെകിളയും അതിൻ്റെ അകത്തെ പൂവും വേസ്റ്റും ഒക്കെ നമുക്കൊന്ന് വലിച്ചെടുത്ത് കളയാവേ. എന്നിട്ട് ആ 2 ഭാഗത്തെയും നമ്മുടെ തലയുടെ 2 ഭാഗത്തെയും ആ ഒരു ചിറകുമൊക്കെ കളഞ്ഞിട്ട് അകത്ത് ഇതുപോലെ ബ്ലഡിൻ്റെ ഇത് കാണും. അതൊക്കെ ഒന്ന് കത്തി കൊണ്ട് തന്നെ വരഞ്ഞിട്ട് എടുത്ത് കളയാം. അങ്ങനെ 2 മീനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. ആദ്യം സൈഡ് കളയണം, പിന്നെ നമ്മൾ ആ സൈഡിലെ വാലൊക്കെ കളയണം. അതിനുശേഷം ചെകിള കളഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വെട്ടിയെടുക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാവേ. അങ്ങനെ 2 മീനും വെട്ടിയെടുത്തു. ഇനിയിപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ തൊലിയും പൊളിച്ചെടുക്കണം. അപ്പം ഞാൻ സൈഡ് വഴി ഒരു മീനിൻ്റെ തൊലി പൊളിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു കട്ട് ചെയ്തിട്ട് തൊലിയൊന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഫ്രഷായിട്ട് കടലിൽ നിന്ന് പിടിച്ച ഉടനെ കിട്ടുന്ന മീനൊക്കെ ആണെങ്കിൽ നമുക്ക് തൊലി ഇങ്ങനെ മുകളിന്ന് ഉരിഞ്ഞ് താഴോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇത് അത്രയും ഫ്രഷൊന്നും അല്ല. പിന്നെ ചീഞ്ഞൊന്നും അല്ലായിരുന്നു. കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം രാവിലെ വെളുപ്പിനെ വരുന്ന മീനല്ലേ. അപ്പോൾ ഇത്രയും സമയമാകുമ്പം ഐസൊന്നും ഇട്ട മീനൊന്നുമല്ല.
ഇത്രയും സമയമാകുമ്പോഴത്തേക്കിന് ഈ ഒരു പരുവത്തിലൊക്കെയല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കടലൊന്നും അരിക്കയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ വഴിയുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഈസി ആയിട്ട് അതിൻ്റെ ദശയൊന്നും പോകാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ദശയിൽ നിന്നും ഇതുപോലെ ഒന്ന് മീൻ ഉരിഞ്ഞെടുത്താൽ മതി. ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മീനും ഒന്ന് അങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ മറ്റേ മീൻ ഞാനിതുപോലെ ഉരിഞ്ഞു നോക്കിയപ്പം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ മീൻ ഞാൻ അങ്ങനെ ഉരിഞ്ഞെടുത്തു. ഇതാണ് സിമ്പിൾ വഴി. ഇതാകുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒറ്റ ഉരിച്ചിൽ ഉരിഞ്ഞ് വെച്ചും നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം ഈ മീൻ അങ്ങനെ എന്തായാലും കിട്ടി. എളുപ്പത്തിൽ പണി കഴിഞ്ഞു. എന്നിട്ട് രണ്ട് സൈഡും വരഞ്ഞിട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കും. വലിയ മീനല്ലേ, അല്ലെങ്കിൽ നമ്മൾ കത്തിരി കൊണ്ട് മുറുക്ക കട്ട് ചെയ്യാൻ നോക്കിയാൽ പൊടിഞ്ഞു പോകും മീൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ രണ്ട് സൈഡും വരഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കുവേ. അതാകുമ്പോൾ എളുപ്പമുണ്ട്. പിന്നെ തലയുടെ അവിടുത്തെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് പോലെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. കണ്ണ് വേണ്ടാന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിടാം, കളയാം കേട്ടോ. ഇവിടെ കണ്ണൊക്കെ എടുക്കും, കുഴപ്പമില്ല. എടുക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് എടുത്തു. പിന്നെ മീൻ വൃത്തിയാക്കുന്നത് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. പൂച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. പൂച്ച കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ പൂച്ച മാത്രമല്ല, കാക്കയുണ്ട് കേട്ടോ. കാക്ക മീൻ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ ഇതുപോലൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ടാണ് ഞാൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെങ്കിലും നിർത്തണം അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ ഒരു മീൻ കഴുകി എടുക്കുമ്പോൾ കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താലും നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ അതാദ്യം ഇതുപോലെ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഈ ചൂരമീനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ കഴുകിയെടുക്കണം. ചൂരയും കീരയും വറ്റയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കഴുകുമ്പോഴത്തേക്കിനും പൊടിഞ്ഞു പോകത്തില്ലേ. പക്ഷെ മുറിക്കാതെ കഴുകിക്കഴിഞ്ഞാൽ വൃത്തിയാവത്തുമില്ല അല്ലേ. ഞാൻ മുറിച്ചിട്ടേ മീൻ കഴുകത്തുള്ളേ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഒരു 5-6 വെള്ളത്തിൽ കഴുകി ഇതുപോലെ ക്ലീൻ ആകുന്നേരം വഴി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂരമീൻ വെട്ടാൻ അറിയാത്തവർക്ക് മീൻ വെട്ടാൻ പഠിച്ചില്ലേ എൻ്റെ കൂടെ നിന്നിട്ട്. അപ്പം മീൻ വെട്ടുന്നതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. മീൻ വെട്ടുന്നല്ല പാട്, ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പാടല്ലേ. അപ്പം നല്ല സോപ്പല്ല ലീക്കൂടൊക്കെ ഇട്ടിട്ട് ആദ്യം തന്നെ ചട്ടി ഒന്ന് കഴുകിയെടുത്തു. ഇതിലാണ് മീൻ കറി വെക്കുന്നത്. ഞാൻ ധൃതി വെച്ച് ചെയ്യുന്നതല്ല, വീഡിയോ ഓടിച്ചിട്ട് ചെയ്യുന്നതാണ്, ഓടിച്ച് വിടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങളെ ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്തു, സ്പീഡിൽ വിടാൻ പറ്റുന്നതൊക്കെ സ്പീഡിൽ വിട്ടു. പിന്നെ കാണിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാലും കുറച്ച് ലെങ്തിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇഷ്ടമായാലേ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുവിടണേ, സ്കിപ്പ് ചെയ്യാതെ. അപ്പം നമ്മൾ ആ ഒരു പാതകം എല്ലാം വൃത്തിയാക്കി കഴുകുകയാണ്. ഇവിടെ നമ്മുടെ വെളിയിലെ പാതകമാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൽ വെളിയിലുള്ള പാതകമാണ്. മീൻ വെട്ടാനും അതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പാതകമാണ്. അതുകൊണ്ട് നമ്മുടെ അകത്തെ പാതകമല്ലേ. അപ്പോൾ എല്ലാം പൈപ്പും എല്ലാം കഴുകി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ മീൻകറി ഉമ്മച്ച് വെച്ച് കേട്ടോ. ആ സമയത്ത് എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയമായിരുന്നു. എക്സസൈസ് ചെയ്യാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു. അങ്ങനെ നമ്മൾ പൊതിച്ചോറൊക്കെ എടുത്തു കൊടുത്ത ആൾക്കാർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പൊതിച്ചോറ് ആദ്യം തുറക്കുന്നുള്ള വാശിക്ക് നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ രണ്ടുപേരും. ഞാൻ പറഞ്ഞു ആദ്യം തുറക്കുന്നവരെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പം മോള് പെട്ടെന്ന് അഴിച്ച് തുറന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതിച്ചോറ് തുറന്നെടുക്കുകയാണ്. ഒരു 3-4 മണിക്കൂറായി. ഒരു 10:30 ആയപ്പോൾ പൊതിഞ്ഞ് വെച്ചതല്ലേ. 11:30, 12:30, 1:30 ആയപ്പോഴാണ് ഈ കഴിക്കുന്നത്. ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ പൊതിച്ചോറ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് തുറന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, എത്ര കഴിക്കാത്തവരും കഴിച്ചു പോകും അല്ലേ. അപ്പോൾ പൊതിച്ചോറ് എന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് പൊതിച്ചോറ്. പിന്നെ പൊതി ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ് വാഴയിലയുടെ ആ ഒരു രുചിയൊക്കെ വരുമ്പോൾ. അങ്ങനെ മക്കളിതാ പൊതിച്ചോറൊക്കെ തുറന്ന് വെച്ച് കഴിക്കുകയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിശന്നല്ലേ വരുന്നത്, രാവിലെ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് പോയതല്ലേ. രണ്ടാളും നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പൊതിച്ചോറ് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി. അതുപോലെ കഴിക്കുകയാണ്. കുഞ്ഞു മോൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കുളിയൊക്കെ കഴിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അവളിവിടെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അവൾ ഇതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റും അതുപോലെ കുറച്ച് എന്തൊക്കെയോ കഴിച്ചായിരുന്നു. അവൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് കുളിക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സെല്ലാം മാറിയിട്ട് എണ്ണ വെച്ച് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയേക്കാണ്. അങ്ങനെ എണ്ണയൊക്കെ വെച്ചിട്ട് അവളെ കുളിപ്പിച്ചിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. അപ്പം ഉമ്മച്ചി നല്ല മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മീൻ കറി കൊടുക്കുകയാണ് എടുത്ത് കേട്ടോ. ചൂടോടെ മീൻ കറി കൊടുക്കുകയാണ്.
അങ്ങനെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചോറും കറികളും ഒക്കെ എല്ലാം കൂട്ടിയിട്ട് അവർ കഴിക്കുകയാണ്. പിന്നെ മീനും കൂടെ വന്നപ്പോൾ ഒന്നുകൂടെ ഹാപ്പിയായി, മീൻ കറിയും കൂടെ കിട്ടിയപ്പം. അങ്ങനെ അതൊക്കെ എല്ലാം കൂട്ടിയിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ. അപ്പം ഞാൻ ഇനി പോയി കുളിച്ച് ഫ്രഷായിട്ട് മോളെയും കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പം നമുക്ക് കഴിക്കാവേ. അപ്പം ഉമ്മച്ചി അതിൻ്റെ ഇടയ്ക്ക് മീൻ കറി വെച്ചില്ലായിരുന്നു, അത് കാണിക്കാം. അപ്പം എന്താ നല്ല മുളക് കറി, നല്ല അടിപൊളി മുളക് കറിയാണ്. കറണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു അടുക്കളയിൽ കറണ്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി മുളക് കറിയുണ്ട്. മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി എടുക്കാൻ പോയപ്പം മീൻകറി വെച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ കുഞ്ഞു പൊതിച്ചോറ് കുഞ്ഞു മോള് തുറന്ന് കഴിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇതൊക്കെ തുറക്കാൻ. പക്ഷേ ഇതിനു മുമ്പ് തുറക്കാത്തതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് തുറക്കേണ്ടതെന്നൊന്നും. നേരത്തെ ഐഷു അയാനും കഴിച്ചപ്പോഴത്തേക്കിനും നോക്കി വെച്ചായിരുന്നു കേട്ടോ എങ്ങനെ തുറക്കേണ്ടതെന്നൊക്കെ. അവൾ നേരത്തെ അവിടെ നിന്ന് നോക്കുന്നത് കണ്ടില്ലേ. കുഞ്ഞുങ്ങളല്ലേ, ഒറ്റ പ്രാവശ്യം ഒരു കാര്യം കാണിച്ചു കൊടുത്താൽ അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഇത് പേപ്പറൊക്കെ തുറന്നിട്ടാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി. എന്നിട്ട് ആ പൊതി എടുത്ത് മാറ്റാൻ നോക്കി കേട്ടോ. പിന്നെ ഞാൻ അവിടെ മേടിച്ച് വെച്ച് കൊടുത്തു. പിന്നെ മോൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പൊതിച്ചോറ് ഇങ്ങനെ അടി തുറക്കണ്ടേ, ഇങ്ങനെ കുഞ്ഞെ തുറക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞിൻ്റെ പൊതിച്ചോറ്, കുഞ്ഞു പൊതിച്ചോറ്. അത്രയും കഴിക്കുകയല്ല അവൾ, അതിൻ്റെ പകുതി ഞാൻ തന്നെ കഴിക്കുക കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും പൊതിഞ്ഞ് വെച്ചത്. അവളൊരു കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ. അങ്ങനെ എന്താ നമ്മൾ എല്ലാം അവൾക്കും എല്ലാ അച്ചാറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും തോരനും ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചമ്മന്തി അച്ചാറൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വെച്ചതെന്ന് തന്നെ പറയാം. അവൾ കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ അവൾക്ക് എരിവൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മുട്ടയൊക്കെ ആദ്യം തുറന്നിട്ട് അവൾ മുട്ടയൊക്കെ പിച്ചിയിട്ട് കഴിക്കുകയാണ്. മെഴുക്കുവരട്ടി എന്നാണ് അവൾ തോരനാണെങ്കിലും എന്ത് വെജിറ്റബിൾസിനാണെങ്കിലും പറയണത് കേട്ടോ. അങ്ങനെ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഫുഡ് കൊടുത്താലും അവൾ ആദ്യം കഴിച്ചിട്ട് അടിപൊളി സൂപ്പർ എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡ് അവൾ കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഇരുന്നിട്ട് വാരി കൊടുത്തു. അവൾ തന്നെ എന്തായാലും കഴിക്കാമല്ലോ. അപ്പോൾ ഞാനും കുഞ്ഞു മോളും കൂടെ ഫുഡ് കഴിക്കുകയാണേ. അതിൽ നിന്ന് കുറച്ച് ചോറ് ഞാൻ കഴിച്ചു. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ചോറ് ഇപ്പോൾ ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ പൊതിച്ചോറൊക്കെ കണ്ടപ്പോൾ കുറച്ച് കഴിച്ചു. പിന്നെ കുത്തരിച്ചോറ് നമുക്ക് അളവിൽ കൂടുതൽ കഴിക്കാതെ കുറച്ച് ഒരു പിടിയൊക്കെ നമുക്ക് കഴിക്കാം. കുറച്ച് വെജിറ്റബിൾസും മീനും ഒക്കെ കൂട്ടിയിട്ട് അല്ലെ മുട്ടയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് ഉച്ചയ്ക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഗോതമ്പൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതേ നമ്മൾ കുത്തരിച്ചോറ് കഴിച്ചാലേ, വെള്ള അരിയല്ലല്ലോ, കുത്തരിച്ചോറ് കഴിച്ചാലും കിട്ടത്തുള്ളൂ. അപ്പം അളവ് കൂട്ടി കഴിക്കുന്നവർ ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലൊരു ഡയറ്റിങ്ങിന്. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ ചോറ് കുറച്ചേ കഴിക്കാറുള്ളൂ. ചോറ് എനിക്ക് അധികം ഇഷ്ടമില്ല. എനിക്ക് കൂടുതലും ഇഷ്ടം മധുരമുള്ള സാധനങ്ങളാണ്. അതൊക്കെ തിന്നിട്ടാണ് ഈ വണ്ണം വയ്ക്കുന്നത്, ചോറുണ്ടിട്ടുള്ള വണ്ണമല്ല. പണ്ട് തൊട്ടേ ഞാൻ ചോറ് കുറച്ചേ കഴിക്കാറുള്ളൂ. പിന്നെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് വളരെ കുറച്ച് ഒരു തവി അരത്തവി അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവന്നായിരുന്നേ. ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചോറ് പൂർണ്ണമായിട്ട് നിർത്തിയായിരുന്നു. അപ്പോൾ ഇതാ പൊതിച്ചോറ് കണ്ടപ്പോൾ ഞാനൊരു ഇച്ചിരി ചമ്മന്തിയും അച്ചാറും നമ്മുടെ തോരനും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ മോൾക്ക് പൊതിച്ചോറ് കൊടുത്തു. അവൾക്ക് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അവൾക്ക് തന്നെ കഴിക്കണം. പിന്നെ ഞാൻ ഉരുട്ടി കയ്യിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ക്യാമറ കണ്ടപ്പോൾ ചിരിക്കുന്നത് കണ്ടോ. അങ്ങനത്തെ ഞാൻ പൊതിച്ചോറ് അവൾക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മക്കൾക്ക് പുതിയൊരു പരിപാടിയാണ്. കുറേ മുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കോർത്തിട്ട് ചെയിനും മാലയും അതുപോലെ ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കുന്ന പണിയിലാണ്. അപ്പോൾ എന്തോ അവളുടെ പൊട്ടിപ്പോയി, ഹെയർ ബാൻഡ് എങ്ങാണ്ട് പൊട്ടിപ്പോയി. അപ്പോൾ അതിനുള്ള പണിപ്പുരയിലാണ് ഇപ്പം. അപ്പോൾ ഐശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, പടം വരയ്ക്കാൻ, അതുപോലെ ഇങ്ങനെ മുത്തുകൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയല്ല, നമ്മൾ കുഞ്ഞുങ്ങളെപ്പോഴും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർ എൻഗേജ്ഡ് ആക്കി വിടുകയാണെങ്കിൽ നല്ലതല്ലേ. ഫോണിലും ടി വിയിലുമുള്ള കൂടുതൽ അഡിക്ഷൻ അങ്ങ് മാറിക്കിട്ടും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തതാണേ. പടം വരയ്ക്കാനുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുത്ത് കുറേ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറേ നേരം അതുമായിട്ട് അങ്ങ് ചിലവായിക്കോളുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുകയാണ്. കുറച്ച് കൂടുതൽ തോരൻ എടുത്ത് കേട്ടോ. എന്നിട്ട് അവൾക്ക് കൊണ്ടതിൻ്റെ ബാക്കി ചോറ് വിട്ട് ഞാൻ കഴിച്ചു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ മോന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സീതപ്പഴം കൊണ്ടുവന്നു കേട്ടോ. അത് പുഴുവാവുമ്മയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഇപ്പോൾ സീതപ്പഴത്തിൽ നന്നായിട്ട് പുഴുവുണ്ട്, പക്ഷെ നല്ല മധുരവും ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. പിള്ളേർ കഴിച്ചില്ല പുഴുവിനെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ വെജിറ്റബിൾസൊക്കെ ഈച്ച വന്നത് മേടിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ പുഴുവുള്ളത് കഴിക്കാം, നല്ലതാണെന്ന് പറഞ്ഞു. അതാകുമ്പോൾ അതിൻ്റെ അകത്ത് കെമിക്കലോ പെസ്റ്റിസൈഡ്സോ ഒന്നും ചേർത്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ കഴിച്ചില്ല, അവർക്ക് ഇഷ്ടമില്ല പുഴുവൊന്നും കണ്ടത്. ഞാൻ പിന്നെ കുറച്ച് കഴിച്ചു അതിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഓട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ അതിൻ്റെ ടിന്നാണ് പൊട്ടിയിരിക്കുന്നു. പിന്നെ അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും സന്ധ്യയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സും നട്ട്സ് സീഡ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ രാവിലത്തെ ചപ്പാത്തി മിച്ചമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ ഒരു കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൊത്തു ചപ്പാത്തിന്നും കൊത്തു നൂഡിൽസ് എന്നൊക്കെ പറയാം. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ ഫുൾ
റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയും കൂടെ ഫുൾ റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒത്തിരി ലെങ്തി ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി കണ്ടവർ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അടിപൊളി കൊത്തു ചപ്പാത്തി ആയിരുന്നു കേട്ടോ. നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ഇതിൻ്റെ കുറച്ച് കുക്കുംബറും കൂടെ അരിഞ്ഞിട്ട് കഴിക്കുകയാണ്. അതാകുമ്പോഴത്തേക്കിനും കുറച്ച് വെള്ളത്തിൻ്റെ എന്തെങ്കിലും കൂടെ ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചിട്ട്.